എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഇന്ത്യയുടെ സാമ്പത്തിക യാത്രയെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. പക്ഷെ ഇത് വെറുമൊരു ചരിത്ര ക്ലാസ് ആയിരിക്കില്ല കേട്ടോ. കാരണം ഈ കഥ പറയുന്നത് നൂറ്റാണ്ടുകളുടെ ഉയർച്ച താഴ്ചകൾക്കെല്ലാം സാക്ഷിയായ നമ്മുടെ ഭാരതാംബ തന്നെയാണ്. അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്. കൊളംബസ് അമേരിക്കയെയല്ല തിരഞ്ഞത്, എന്നെയായിരുന്നു. ലോക ചരിത്രം തന്നെ മാറ്റിമറിച്ച ആ യാത്രയുടെ യഥാർത്ഥ ലക്ഷ്യം ഞാനായിരുന്നു. അവിടെ നിന്നാണ് എന്റെ കഥ, അല്ല, നമ്മുടെ എല്ലാം കഥ തുടങ്ങുന്നത്. അപ്പൊ ശരി, നമുക്ക് നൂറ്റാണ്ടുകൾ പുറകിലേക്കൊന്ന് സഞ്ചരിച്ചാലോ? ലോകം മുഴുവൻ എന്നെ സ്നേഹത്തോടെയും ചിലപ്പോഴൽപ്പം അസൂയയോടെയും സ്വർണ്ണക്കിളി എന്ന് വിളിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. എന്തുകൊണ്ടായിരിക്കും ആ പേരെനിക്ക് കിട്ടിയത്? നമുക്ക് നോക്കാം. ഒന്ന് സങ്കൽപ്പിച്ചു നോക്കിക്കേ. 1700കളിൽ ലോകത്തെ മൊത്തം സമ്പത്തിന്റെ 1/4, അതായത് 25%, അത് എന്റെ കയ്യിലായിരുന്നു. എന്നത്തെ അമേരിക്കയുടെ കാര്യമൊന്ന് ആലോചിച്ചു നോക്കൂ. ആ സ്ഥാനത്തായിരുന്നു അന്ന് ഞാൻ. ഇത് വെറുമൊരു കണക്ക് മാത്രമല്ല കേട്ടോ, ഇത് ലോകത്തെ മുഴുവൻ നിയന്ത്രിച്ചിരുന്ന ഒരു ശക്തിയായിരുന്നു. അപ്പോ ഈ സമ്പത്തൊക്കെ എവിടെ നിന്നാ വന്നതെന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്? പറയാം. ലോകം കുതിച്ച മസ്ലിൻ തുണികള് ഇവിടെയായിരുന്നു. റോമാക്കാരെ ഭ്രമിച്ച കുരുമുളകും സുഗന്ധവ്യഞ്ജനങ്ങളും ഇവിടെ നിന്നായിരുന്നു. പിന്നെ വെറും വജ്രങ്ങൾ മാത്രമല്ല, ലോകത്തിന് ഗണിതത്തിന്റെ അടിത്തറയായ 0 എന്ന ആശയം സമ്മാനിച്ചതും എന്റെ മക്കളാണ്. യൂറോപ്പ് അറിവില്ലായ്മയുടെ ഇരുട്ടിലായിരുന്നപ്പോൾ നളന്തയിലും തക്ഷശിലയിലുമൊക്കെ ജ്ഞാനത്തിന്റെ സർവകലാശാലകൾ തലയുയർത്തി നിന്നിരുന്നു. അങ്ങനെ ലോകം എന്നെ സ്വർണ്ണക്കിളി എന്ന് വിളിച്ചു. എന്റെ സമ്പത്തും അറിവും ഒരു ദീപസ്തംഭം പോലെ എല്ലാവർക്കും വഴികാട്ടി. പക്ഷേ ആ വെളിച്ചം കണ്ടാണ് പിന്നീട് എന്റെ മേൽ കരിനിഴൽ വീഴ്ത്തിയവരും ഇങ്ങോട്ട് വന്നത്. അതെ, ഇവിടെ വെച്ചാണ് എന്റെ കഥയുടെ ഗതി മാറുന്നത്. ആ സ്വർണ്ണക്കാലം, അവിടെ നിന്ന് എന്റെ കണ്ണുനീരിന്റെയും വലിയ നഷ്ടങ്ങളുടെയും ഒരു കാലഘട്ടത്തിലേക്ക് ഞാൻ പതിയെ വീഴുകയായിരുന്നു. അത് വളരെ വേദനാജനകമായിരുന്നു. ഈ കണക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലേ? 25%, ലോകസമ്പത്തിന്റെ 1/4, എന്റെ പ്രതാപത്തിന്റെ അടയാളം. പക്ഷേ ഈ ചിത്രം വളരെ പെട്ടെന്നാണ് മാഞ്ഞുപോയത്. ഇനി ഇത് നോക്കൂ, വെറും 3%. 200 വർഷത്തെ വിദേശഭരണത്തിനു ശേഷം 1947 എന്റെ കയ്യിൽ ബാക്കിയുണ്ടായിരുന്നത് ഇത്രമാത്രമാണ്. ആ 25-ൽ നിന്ന് വെറും 3-ലേക്ക് ആ വീഴ്ചയുടെ ആഴം ഒന്നോർത്തു നോക്കൂ. എങ്ങനെയാണിത് സംഭവിച്ചതെന്നോ? കച്ചവടത്തിനായി വന്നവർ പതുക്കെ എന്റെ നാടിന്റെ ഭരണാധികാരികളായി മാറി. എന്റെ തരികളിൽ നെയ്തിരുന്ന ലോകോത്തര തുണികൾക്ക് പകരം അവരുടെ മില്ലുകളിലെ തുണി വിൽക്കാൻ വേണ്ടി എന്റെ കൈത്തൊഴിലുകളൊന്നൊന്നായി അവരില്ലാതാക്കി. അവസാനം എന്റെ മക്കൾക്ക് അവരുടെ സ്വന്തം വീട്ടിൽ തന്നെ പട്ടിണി കിടക്കേണ്ടി വന്നു. അങ്ങനെ സ്വാതന്ത്ര്യം കിട്ടി. പക്ഷേ എന്റെ ഖജനാവ് കാലിയായിരുന്നു. എല്ലാം വീണ്ടും 0-ൽ നിന്ന് തുടങ്ങണമായിരുന്നു. 1947-ലെ സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. പക്ഷെ നെഞ്ചിനകത്തൊരു പിടച്ചിലുണ്ടായിരുന്നു. കാരണം കയ്യിലൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ശരിക്കും വീണ്ടും നടക്കാൻ പഠിക്കുകയായിരുന്നു. ഡാമുകളും ഫാക്ടറികളുമൊക്കെ പുതിയ ഇന്ത്യയുടെ ക്ഷേത്രങ്ങളായി ഞങ്ങൾ പണുതുയർത്തി. എങ്കിലും ഒരുപാട് നിയമങ്ങളും നിയന്ത്രണങ്ങളും ആ യാത്രയുടെ വേഗത കുറച്ചുകൊണ്ടിരുന്നു. പക്ഷേ ആ മെല്ലെയുള്ള യാത്രയിലെ ഏറ്റവും വലിയ പരീക്ഷണം വരാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. 1991, എന്റെ ജീവിതത്തിലെ ഏറ്റവും വേദന നിറഞ്ഞ വർഷം. എന്റെ സാമ്പത്തിക ചരിത്രത്തിലെ കറുത്ത അധ്യായം. അന്നെന്റെ കയ്യിൽ ബാക്കിയുണ്ടായിരുന്നത് എന്താണെന്നറിയോ? വെറും 2 ആഴ്ചത്തേക്ക് ആവശ്യമായ സാധനങ്ങൾ പുറത്തുനിന്ന് വാങ്ങാനുള്ള പണം മാത്രം. രാജ്യം പാപ്പരാകുന്നതിന്റെ തൊട്ടരികെ. സ്വന്തം മക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ പോലും വഴിയില്ലാത്ത ഒരമ്മയുടെ അവസ്ഥ. അതായിരുന്നു എന്റേത്. പിടിച്ചു നിൽക്കാൻ വേണ്ടി എനിക്കെന്റെ സ്വന്തം സ്വർണം ലണ്ടനിലെ ബാങ്കിൽ കൊണ്ടുപോയി പണയം വെക്കേണ്ടി വന്നു. അത് വെറും സ്വർണമായിരുന്നില്ല, എന്റെ അഭിമാനമായിരുന്നു ഞാൻ അവിടെ പണയം വെച്ചത്. അന്ന് ഞാൻ ഒരുപാട് കരഞ്ഞു. പക്ഷേ ചിലപ്പോൾ ഏറ്റവും വലിയ വീഴ്ചകളിൽ നിന്നാണ് ഏറ്റവും വലിയ കുതിച്ചുചാട്ടങ്ങളുണ്ടാകുന്നത്, അല്ലേ? ആ കണ്ണുനീരിൽ നിന്നാണ്, അതെ, ആ അപമാനത്തിൽ നിന്നാണ് ഒരു പുതിയ ഇന്ത്യ ഉദിച്ചുയർന്നത്. അപ്പോ എന്തായിരുന്നു ആ മാറ്റം? ആദ്യം പ്രതിസന്ധി കാരണം നമ്മൾ സ്വർണം പണയം വെച്ചു. പിന്നെ അതിൽ നിന്ന് കരകയറാൻ ഉദാരവൽക്കരണം എന്നൊരു വഴി തുറന്നു. അതായത് സർക്കാരിന്റെ ഒരുപാട് കെട്ടുപാടുകൾ അഴിച്ചുമാറ്റി. എന്റെ മക്കൾക്ക് പുതിയ ബിസിനസ്സുകൾ തുടങ്ങാനും പുറത്തുനിന്നുള്ള കമ്പനികൾക്ക് ഇവിടെ വന്ന് പ്രവർത്തിക്കാനും അവസരമൊരുക്കി. അതിന്റെ ഫലമോ? രാജ്യത്തെ ഒരു IT വിപ്ലവം തന്നെയുണ്ടായി. അവസാനം അഭിമാനത്തോടെ നമ്മൾ പണയം വെച്ച ആ സ്വർണം തിരികെ വാങ്ങി. അങ്ങനെ ആ പ്രതിസന്ധിയിൽ നിന്ന് ഒരു പുത്തൻ ഇന്ത്യ ജനിക്കുകയായിരുന്നു.
അടച്ചിട്ട വാതിലുകൾ ലോകത്തിനായി തുറന്നുകൊടുത്തപ്പോൾ എന്റെ മക്കളുടെ കഴിവ് ലോകം ഒന്നുകൂടി കണ്ടു. അതൊരു രണ്ടാം ജന്മം പോലെയായിരുന്നു. അപ്പോ ഇന്ന് നമ്മളെവിടെ എത്തി നിൽക്കുന്നു? യാത്ര പുതിയൊരു ദിശയിലാണ്. പക്ഷേ ലക്ഷ്യത്തിലെത്താൻ ഇനിയും ദൂരമുണ്ട്. ഇന്ന് നോക്കൂ, ഡിജിറ്റൽ പേയ്മെന്റായ UPIയിൽ നമ്മൾ ലോകത്തിന് വഴികാട്ടുകയാണ്. ഒരു കാലത്ത് ഭക്ഷണത്തിനായി മറ്റു രാജ്യങ്ങൾക്ക് മുന്നിൽ കൈനീട്ടിയ ഞാൻ ഇന്ന് ലോകത്തിലെ പല രാജ്യങ്ങൾക്കും ഭക്ഷണം നൽകുന്നു. എന്റെ ഓരോ മക്കളുടെ കയ്യിലും ഇന്ന് സ്മാർട്ട്ഫോണുകളുണ്ട്. ഇനി ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം ലോകത്തെ മൂന്നാമത്തെ വലിയ സാമ്പത്തിക ശക്തിയാവുക എന്നതാണ്. ഈ ഒരു വളർച്ച നോക്കൂ. 1991 നമ്മൾ എവിടെയായിരുന്നു? ഇന്ന് ലോകത്തെ 5ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയാണ്. നമ്മുടെ അടുത്ത ലക്ഷ്യം തൊട്ടു മുന്നിലുണ്ട്, 3ാം സ്ഥാനം. അന്നത്തെ ആ വീഴ്ചയ്ക്ക് നമ്മൾ കൊടുത്ത മറുപടിയാണ് ഈ കുതിപ്പ്. പക്ഷേ ഇങ്ങനെയൊക്കെ പറയുമ്പോഴും എന്റെ ചില മക്കൾ ഇന്നും ദാരിദ്ര്യത്തിലും തൊഴിലില്ലായ്മയിലും വിഷമിക്കുന്നത് കാണുമ്പോൾ എന്റെ നെഞ്ചു പിടയും. അതുകൊണ്ട് നമ്മുടെ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല. ഇനിയും ഒരുപാട് ദൂരം നമുക്ക് ഒരുമിച്ച് മുന്നോട്ടു പോകാനുണ്ട്. അപ്പോ 25% നിന്ന് 3%ത്തിലേക്ക് തകർന്നു വീഴുകയും അവിടെ നിന്ന് ഫീനിക്സ് പക്ഷിയെപ്പോലെ പറന്നുയരുകയും ചെയ്ത ഈ യാത്രയില് നിങ്ങളെ ഏറ്റവും ആകർഷിച്ച ഭാഗമേതാണ്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കേൾക്കാൻ ഞാൻ കാത്തിരിക്കുന്നു.